അമീൻ, മാത്യുവിന് മർദ്ദനം ഏറ്റുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളടക്കം അവരോടൊപ്പം നിൽക്കും. ഇവിടുത്തെ അവസാനത്തെ പ്രവർത്തകരെ ലാത്തിയടിയിലാണ് മാത്യു കുഴൽനാടന്റെ കൈക്ക് പരിക്കേറ്റിരിക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശിയപ്പോൾ മാത്യു കുഴൽനാടൻ പ്രതിരോധം തീർത്ത് മുൻനിരയിൽ നിൽക്കുകയായിരുന്നു. ഇതിനിടയിലാണ് MLAയ്ക്കും കൈക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്നലത്തെ പോലെ ഒരു ഏകപക്ഷീയ സമരമല്ല ഇന്ന് KSUവിന്റെ DGP ഓഫീസ് മാർച്ചിൽ തിരുവനന്തപുരത്ത് കണ്ടത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഏതാണ്ട് 4-5 മണിക്കൂർ തിരുവനന്തപുരത്തെ യുദ്ധക്കളമാക്കി മാറ്റിയെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് DGP ഓഫീസിന് മുന്നിലെ മാർച്ച് അത് പ്രതിഷേധത്തിലേക്ക് കടന്നപ്പോൾ തന്നെ, ഒരു പ്രകോപനപരമായ നടപടിയിലേക്ക് കടന്നപ്പോൾ തന്നെ പോലീസ് അതിനെ നേരിട്ടു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നിരവധി പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റിയിട്ടുണ്ട്. പരിക്ക് പറ്റിയ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. മാത്യു കുഴൽനാടൻ ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാൻ ശ്രമം നടത്തുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രതിഷേധിക്കുന്നു. ആ പ്രതിഷേധം നീണ്ടുപോയപ്പോൾ പോലീസ് സ്വാഭാവിക നടപടി എന്നോണം ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഉടനെ തന്നെ കയ്യിൽ കരുതിയിരുന്ന മുളക് പൊടി നിറച്ച മുട്ട അത് പോലീസിന് നേരെ പ്രവർത്തകർ വലിച്ചെറിയുകയായിരുന്നു. ഇതോടുകൂടിയാണ് പോലീസ് കടുത്ത നടപടിയിലേക്ക് പോയതും പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചതും. മറ്റൊന്ന്, ഈ മാർച്ച് തുടങ്ങുമ്പോൾ, KSUവിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങുമ്പോൾ 100 കണക്കിന് പ്രവർത്തക പങ്കാളിത്തമുണ്ടായിരുന്നു. പക്ഷേ മാർച്ചിന്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞൊരു സംഘർഷ അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ പ്രവർത്തകരുടെ എണ്ണത്തിൽ നേരിയ കുറവുമുണ്ടായിരുന്നു. ഇന്നലെ കണ്ടതാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക പങ്കാളിത്തം വളരെ വലുതായിരുന്നു. സമരത്തിന്റെ ആദ്യാവസാനം ആ വലിയ പ്രവർത്തക പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പോലീസ് ഫോഴ്സും കുറവായിരുന്നു. അതുകൊണ്ട് ആ അർത്ഥത്തിൽ നേരിടാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് അതായിരുന്നില്ല സ്ഥിതി. ഇന്ന് പോലീസ് ഫോഴ്സ് കാര്യമായി ഉണ്ടായിരുന്നു. പ്രവർത്തക പങ്കാളിത്തവും കുറവായിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ നിയന്ത്രിക്കാനും പ്രതിഷേധക്കാരെ നിയന്ത്രണത്തിലാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ, KSUവിന്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. KSUവിന്റെ ഈ മാർച്ച് അത് സംഘർഷത്തിലേക്ക് വഴിമാറുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേതാക്കളൊക്കെയും പൂർണ്ണ പിന്തുണ നൽകി മുതിർന്ന നേതാക്കൾ തന്നെ രംഗത്തേക്ക് വന്നത് നമ്മൾ കണ്ടതാണ്. യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ VD സതീശൻ ഉൾപ്പെടെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ KSU പ്രവർത്തകരും ആവേശത്തിലായിരുന്നു. ഒരുപക്ഷെ ഇന്നലെ യൂത്ത് കോൺഗ്രസ് നടത്തിയതിനേക്കാൾ വലിയൊരു സമരം ആസൂത്രണം ചെയ്തുകൊണ്ടാണ് KSU പ്രവർത്തകർ രംഗത്തേക്ക് വന്നത്. രാവിലെ മുതൽ തന്നെ പ്രവർത്തകർ സൂചിപ്പിച്ചിരുന്നു, ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സമരരംഗത്തെ കണ്ട കാഴ്ചയല്ല, അതുക്കും മേലെയായിരിക്കും KSUവിന്റെ ഇന്നത്തെ സമരം എന്നുള്ളത്. സ്വാഭാവികമായും ഈ മുളക് പൊടി എറിഞ്ഞ മുട്ടയിറക്കിയായിരിക്കാം അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇന്നലെ കമ്പം, തടിക്കഷ്ണവും ചെരുപ്പും കല്ലുകളും കൊണ്ടാണ് പോലീസിനെ നേരിട്ടതെങ്കിൽ ഇന്ന് പ്രവർത്തകർ മുളക് പൊടി നിറച്ച മുട്ടയാണ് പോലീസിന് നേരെ എറിഞ്ഞത്. പരിക്ക് പറ്റിയ KSU സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനെ സ്വകാര്യ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. കാലിനും കൈക്കുമൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്, മുറിവേറ്റിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. മറ്റു വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ പരിക്ക് പറ്റിയ മറ്റുള്ളവരെല്ലാം ആംബുലൻസിൽ പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പോലീസ് നരനായിട്ട് നടത്തുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ പറയുമ്പോൾ മുട്ടിലെഴിയുന്ന സമീപനം പോലീസ് ഒഴിവാക്കണം. നട്ടെല്ല് നിവർത്തി നിൽക്കാൻ പോലീസ് തയ്യാറാകണമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് KSU പ്രവർത്തകർ ഇവിടേക്ക് വന്നത്. KPCC ആസ്ഥാനത്തിന് മുന്നിൽ നിന്നാണ് ഈ പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത്. പ്രതിഷേധം തുടങ്ങിയപ്പോൾ തന്നെ പ്രകോപനം പ്രകടമായിരുന്നു. കടന്നു വന്ന വഴികരികളുണ്ടായിരുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നവകേരള സദസ്സിന്റെ പ്രചരണാർത്ഥം സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡുകളും പരസ്യ ബോർഡുകളും ഒക്കെ വ്യാപകമായി നശിപ്പിച്ചുകൊണ്ട് പ്രകോപന മുദ്രാവാക്യങ്ങൾ പോലീസിനെതിരെ തീർത്തുകൊണ്ടാണ് KSU പ്രവർത്തകർ DGP ഓഫീസിന് മുന്നിലേക്ക് വന്നത്. ആ മാർച്ച് സംസ്ഥാന അധ്യക്ഷൻ അഭിസംബോധന ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ, ആ മാർച്ച് നയിച്ചു വന്ന മാത്യു കുഴൽനാടൻ അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം പ്രവർത്തകർ സ്വാഭാവികമായുള്ള ഒരു പ്രതികരണം അത് ബാരിക്കേഡ് ഭേദിക്കുക എന്നുള്ളതാണ്. അതിലേക്ക് കടന്നപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പോലീസ് നേരത്തെ തന്നെ സൂചന നൽകിയിരുന്നു, ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ പ്രവർത്തകർ ഒരു നിലപാട് സ്വീകരിച്ചാൽ അടിച്ചൊതുക്കാൻ തന്നെയായിരുന്നു പോലീസിന്റെ തീരുമാനം. എന്നാൽ ഇന്നലെ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്ന നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് സംയമനം പാലിച്ചതെന്നും ഇവിടെ ചുമതലയിലുണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ ഓഫ് ദ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ ഒരു സംയമനം ഇന്നുണ്ടാകില്ല എന്നുള്ള സൂചന പോലീസ് കൃത്യമായി തന്നെ നൽകുകയും ചെയ്തിരുന്നു. ഇന്നലത്തെ നടപടി അത് പോലീസിന് വ്യാപക നാണക്കേടാനുണ്ടാക്കിയത്, വ്യാപക മാനക്കേടാനുണ്ടാക്കിയത്, പോലീസിന് വ്യാപക നാശനഷ്ടം ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഇന്നിപ്പോൾ ഈ DGP ഓഫീസ് മാർച്ച് DCP ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. മാത്യു കുഴൽനാടൻ ഇപ്പോഴും മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൈക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായും MLAക്കെതിരെ ഉൾപ്പെടെ പോലീസ് ആക്രമണം നടത്തി എന്നുള്ളതായിരിക്കും പ്രതിപക്ഷം ഇനി പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതായിരിക്കും ഇനി പ്രതിപക്ഷം ആയുധമാക്കുക. വനിതാ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ അതൊക്കെ ആയിരിക്കും പ്രതിപക്ഷം ഇനി ആയുധമാക്കുക. ഏതായിരുന്നാലും ഇനിയും ഈ ഇന്നലത്തേതിന് സമാനമായ ഒരു സംയമനം പോലീസ് സ്വീകരിച്ചാൽ വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധ സമരങ്ങൾ പോലീസിനെ നാണക്കെടുത്തും വിധം, മാനം കെടുത്തും വിധമുള്ള രീതിയിലേക്ക് മാറുമെന്നുള്ള സൂചന വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തേതിന്
സമാനമായ ഒരു സംയമന സമീപനം വേണ്ട എന്ന് പോലീസ് സ്വീകരിച്ചതും ഉന്നത ഉദ്യോഗസ്ഥർ അത്തരമൊരു നിർദ്ദേശം നൽകിയതും ഇപ്പോൾ നിലവിൽ രംഗം ശാന്തമാണ്. മടങ്ങിപ്പോയ ചില പ്രവർത്തകർ അങ്ങ് ദൂരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ നിന്ന് പോലീസ് ലാത്തിവീശി ഓടിച്ചപ്പോൾ വെള്ളയമ്പലം ഭാഗത്തേക്ക് മടങ്ങിപ്പോയ പ്രവർത്തകർ ഇപ്പോൾ കൂട്ടമായി ഇവിടേക്ക് വരുന്നത് കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മറ്റു നേതാക്കളെ ഉൾപ്പെടുത്തി ഇടപെട്ട പ്രവർത്തകരെ ഇപ്പോൾ സാന്ത്വനിപ്പിക്കുകയും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചില പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകുന്നുമുണ്ട്. പൂർണ്ണമായും പിന്തിരിഞ്ഞു പോയിട്ടില്ല. പക്ഷേ എന്നാലും പ്രവർത്തകർ ഇപ്പോഴും തമ്പടിച്ച് നിൽക്കുകയാണ്. ഏതായാലും ഇനി ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കാണുന്നില്ല. ഇപ്പോൾ മാത്യു കുഴൽനാടൻ നേരത്തെ അദ്ദേഹം പ്രതികരിച്ചതാണ്. ഇപ്പോഴും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ടുതാനും മുട്ട ഒരു ബാഗ് നിറച്ചാണ് അവർ മുട്ട കൊണ്ടുവന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഈ ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ തന്നെ ചില പ്രവർത്തകർ ബാഗ് മുന്നിലേക്ക് നിൽക്കുന്ന പ്രവർത്തകർക്ക് കൈമാറുകയും അതിൽ നിന്ന് മുട്ടയെടുത്ത് എറിയുകയുമായിരുന്നു. നിരവധി മുട്ടകൾ അങ്ങനെ എറിഞ്ഞു. പക്ഷേ ചില മുട്ടകൾ വന്നപ്പോൾ തന്നെ പോലീസ് നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മുളക് പൊടിയൊക്കെ ഇവിടുത്തെ